സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്ന അതേ കോളേജിൽ തന്നെയാണ്, പാലായിലെ നമ്മുടെ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് ടെക്നോളജിയിലാണ് ഇന്ന് നിൽക്കുന്നത്. മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പാട്ടിയാലയൊന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം, കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന എറണംകെട്ട ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല. ഞങ്ങളിതാ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശം കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിലെ സീറ്റിന്റെ പതുപതുപ്പ് സൂചിച്ചോണ്ട് ഇവിടെ ഒരുത്തന്റെ ദേഹത്തോട്ടുണ്ടല്ലോ മൂക്കില് പഞ്ഞി വെപ്പിച്ച് ഞങ്ങൾ തിരിച്ചയക്കൂ. ഈ പറയുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നുമല്ല, ആറ്റിപ്രാക്കിൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞാലേ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്ക്. അടിപൊളി, ഫുൾ പവറാണ് സെന്റ് ജോസഫ്. സൂപ്പർ കേട്ടോ, എല്ലാ സുന്ദരികളും സുന്ദരന്മാരുമാണ്. സ്ക്രിപ്റ്റൊക്കെ പഠിച്ചല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. എൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഫാദർ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കലാകാരന്മാരും കലാകാരികളാണ് ഇവിടെ ഉള്ളതെന്നാണ്. അപ്പോൾ ആദ്യം ആരാണ് വരുന്നത്? വരും. ഒരു നിവിൻ പോളിയുടെ കട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എവിടെയാണ് നാട്? എൻ്റെ കോട്ടയം ഐമനം. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? EC ഇലക്ട്രോണിക്സ്. ഓക്കെ, എല്ലാം ഇവിടെ നോക്കി പറഞ്ഞു, ജനങ്ങളൊന്ന് കാണട്ടെ നിവിൻ പോളിയെ. ഓക്കെ, അപ്പം പാട്ട് പാടുവോ? ഇല്ല, ഒന്നുമില്ല, പാട്ട് പാടാൻ കഴിവില്ല. പിന്നെ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചായിരുന്നേ പാടിയേനെ. അപ്പം നമുക്ക് ഡയലോഗിലേക്ക് പോവാം. ഓക്കെ, റെഡി, ആക്ഷൻ. മോളെ IPS കൊച്ചേ, നിന്റെ ഡൽഹിയും പാട്ടിയാലും ഒന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം, കാഞ്ഞിരപ്പള്ളിയും പാലയും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങും. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയമാ. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസി ജുഡീഷ്യറി ഒന്നുമല്ല. ഞങ്ങൾ എന്റെ പുഷ്പാങ്കത, നിന്റെ അധോഗതി, നീ വഴിയാധാരം തന്നെ. ജുഡീഷ്യലും ഒന്നുമല്ല. കറക്റ്റാണോ പറഞ്ഞേ? ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. മോളെ കൊടിവെച്ച കാറിൽ കൊടിവെച്ച കാറിൽ സീറ്റിന്റെ പതുപതുപ്പ് സുഖിച്ചുകൊണ്ട് ഇവിടെ ആരുടെ ദേഹത്ത് കേരളുണ്ടല്ലോ മൂക്കി പഞ്ഞി വെപ്പിച്ചേ ഞങ്ങൾ ഇവിടുന്ന് വിടത്തുള്ളൂ. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ഉറപ്പിക്കാം. പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇനി ഇത് അഭിനയിച്ച് അദ്ദേഹം കാണിച്ചു ഇത് ആക്ട് ചെയ്ത് നിനക്ക് വേണമെങ്കിൽ ഇവിടം വരെയൊക്കെ നടക്കും. ഓക്കെ, റെഡി, ആക്ഷൻ. മോളെ IPS കൊച്ചേ, ഇതിന്റെ ഡൽഹിയും പാട്ടിയാലും ഒന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം, കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന ഡെമോക്രസി ജുഡീഷ്യറി ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിന്റെ സീറ്റിൽ പതുവച്ച് സൂചിച്ചുകൊണ്ട് ഇവിടെ ആളെ ദേഹത്ത് കയറാൻ വന്നുണ്ടല്ലോ മൂക്കി പഞ്ഞി എപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയൊന്നും അല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഇനി ഇവിടെ നിന്നാ എന്റെ ശവം കാണാനുള്ള യോഗം പോലും എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവില്ല. രക്ഷപ്പെടണം. നന്ദനയുടെ വളരെ ബ്യൂട്ടിഫുൾ ഡിംപിളാണ് കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ഈ നുണക്കുഴി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നുണക്കുഴി, ഒരുപാട് നുണ പറയുന്ന ആളാണ്. അല്ല, ഓക്കെ. യെസ്, നന്ദന. അപ്പം നന്ദന വളരെ മനോഹരമായി ലാലേട്ടനെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പം ലാലേട്ടനെ ശരീരത്തോട്ട് കയറ്റിക്കും. വാ, റെഡി. ഒരു കയ്യടിയൊക്കെ കൊടുക്കാതിര്. അപ്പം റെഡി, ആക്ഷൻ. മോളെ IPS കൊച്ചേ,
ഇത് നിന്റെ തലക്കോളമാണെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞ അതും കേൾക്കിയല്ല. നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നും അല്ല, കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലായും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് ജപ്പാനല്ല. ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നും അല്ല. ഞങ്ങളിതേ കുറച്ച് ഗുസ്തി അറിയാവുന്ന സാധാരണ കേരളദേശ കോൺഗ്രസ്സുകാരാ. ആക്ടിങ് പോയി. ഇത് പറയാനാണ് എത്ര താമസം. കൊടിവെച്ച കാറിലെ സീറ്റിന്റെ കൊടിവെച്ച കാറിലെ സീറ്റിന്റെ കൊടിവെച്ച കാറിലെ സീറ്റിന്റെ പതുപതുപ്പത്തിരുന്ന് ഇവിടെ ഒരുത്തന്റെ നെഞ്ചത്ത് തൊട്ടാലുണ്ടല്ലോ, മൂക്കിൽ പഞ്ഞി വെപ്പിച്ചിട്ട് ഞങ്ങള് മടക്കി അയക്കും. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും അല്ല, ആറ്റിങ്ങൽ ഗോപാലകൃഷ്ണൻ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ? ആറ്റിപ്പറക്കൽ അല്ല, ആറ്റിപ്പറക്കൽ എന്താ പറഞ്ഞു? ആറ്റിപ്പറക്കൽ ജിമ്മിയാ, ജിമ്മി. അങ്ങനല്ല പേര്. ആറ്റിപ്പറക്കൽ. ഉറപ്പിക്കോ? ആറ്റിപ്പറക്കൽ ജിമ്മിയാ, ജിമ്മി. ജിമ്മി പറഞ്ഞാല് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ആണോ? ഉറപ്പാണോ? താങ്ക് യു. സൂപ്പർ. ഇങ്ങനെ വേണം പെൺകുട്ടികള്. അങ്ങനെ നന്ദന ആറ്റിന്ന് പിറക്കിയെടുത്തതിന് ശേഷം അടുത്ത നന്ദന സന്തോഷിനെ വിളിക്കുകയാണ്. നന്ദന സന്തോഷേ, എന്താണ് നമ്മളെ വിശേഷം? എവിടെയാണ് നാട്? മൂവാറ്റുപുഴയാണ് അല്ലേ? ഇവിടെ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? ഈ സിനിമ കണ്ടാണോ? സിനിമ കാണാറുണ്ടോ? മോഹൻലാലേട്ടന് ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? മോഹൻലാൽ ആണോ? അപ്പോൾ ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു ആക്ടിംഗ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, റെഡി, ആക്ഷൻ. മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നും അല്ല, ഇത് കേരള. വെള്ളി വീണ് ഒന്നും നടക്കാൻ പോലുള്ള മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നും അല്ല, കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലായും ചങ്ങനാശ്ശേരിയും മീനച്ചിലും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന ജുഡീഷ്യറിയും ഡെമോക്രസിയും ഒന്നും അല്ല. ഞങ്ങളിതാ കുറച്ച് ഗുസ്തി അറിയുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിന്റെ സീറ്റിലെ പതുപതുപ്പ് സുഖിച്ചുകൊണ്ട് ഇവിടെ എടുത്തേണ്ട ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, മുക്കി പഞ്ഞി വെപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചയക്കത്തുള്ളൂ. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും അല്ല, ആറ്റുപ്രാക്കൽ ജിമ്മിയാ, ജിമ്മി. പറഞ്ഞതുപോലെ തന്നെ. അരുമയാണ് നടിപ്പ്. ക്യാരൽ. ഓക്കെ, നമുക്ക് പൊളിച്ചെടുക്കണം. ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ ഈസിയാണ്. നാട് ഇവിടെ പാല തന്നെ. ഇപ്പോൾ പാല ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല രസകരമായിട്ട് പാലാൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, സംഭാഷണം, ഒരു ഡയലോഗ് ഡെലിവറി, അങ്ങനെ പിടിച്ചോ. റെഡി, ആക്ഷൻ. മോളെ IPS കൊച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നും അല്ല, കോട്ടയമാ കോട്ടയം. ബാക്കി വരുന്നേ മോളെ IPS കൊച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നും ഇല്ല, കോട്ടയമാ കോട്ടയം. ഇവിടെ ഭരിക്കില്ല. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? കാഞ്ഞിരപ്പള്ളിയും പാലായും മീനച്ചിലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന ഡെമോക്രസി അല്ല, ജുഡീഷ്യറിയും ഡെമോക്രസി ഒന്നും അല്ല. ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരള കോൺഗ്രസ്സുകാരാ. ഡെമോക്രസിയുടെ മീനിങ് എന്താണ്? ഡെമോക്രസിയുടെ മീനിങ് അറിയില്ല. ഈ ഉണാപ്പന്മാരൊക്കെ കൂടി എന്നെ മാനം കെടുത്തും. ആരാണ് പറയുന്നത് ഡെമോക്രസി? ജനാധിപത്യം. ജുഡീഷ്യർ? അതും ചോദിച്ചു. ജുഡീഷ്യറി അറിയില്ലേ? കോടതിയുടെ എന്ത് നിയമം? ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിയമങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു നിയമം. ഏകദേശം കറക്റ്റ് ആണ്. എങ്കിലും 5ാം ക്ലാസ് വരെ മണ്ടത്തരം പഠിച്ചിട്ട് വന്ന് നിൽക്കുക. എടാ, നിന്റെ സംസർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റണത്. ആർക്കെങ്കിലും പറയാമോ? ജുഡീഷ്യറി നിയമം ഒക്കെ തന്നെയായിരിക്കും. നിയമങ്ങളും അതിന്റെ നിയമങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. പറഞ്ഞു. ഇവിടെ ഭരിക്കുന്ന ഞങ്ങള് കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരള കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിലെ സീറ്റിലെ പതുപതുപ്പിൽ സുഖിച്ചോണ്ട് ഇവിടെ ഒരുത്തന്റെ ദേഹത്ത് തൊട്ടാവുണ്ടല്ലോ, മൂക്കി പഞ്ഞിയും വെച്ചോണ്ട് നിനക്ക് തിരിച്ചയക്കൂ. ഇത് പറയുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നും അല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ആറ്റിപ്രാക്കൽ ജിമ്മി. ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞാലേ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. ഏത് സമയത്തും ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഇയാളുടെ നാക്കുളുക്കൂല. എന്താണ് പേര്? അലീഷ.
അലീഷ. അലീഷ. ഓക്കെ, എവിടെ മോളുടെ നാട്? എന്റെ വീട് ഇവിടെ തന്നെ അടുത്ത. ഏതാ പഠിക്കുന്ന? ഏതിനാ? ഞാൻ AD, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. AD, അത് AI ആൻഡ് ഡാറ്റ സയൻസ്. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, റെഡി, 1 2 3 ഗോ. മോളെ IPS കൊച്ചേ, ഇത് നിന്റെ പട്ടാളയും ഡൽഹിയും ഒന്നുമല്ല, കോട്ടയമാ, കോട്ടയം. പട്ട ഉണ്ടല്ലേ? പാട്ടിയാലയ ഡ്രസ്. ഇങ്ങനെ ഒരു ജന്മം. ഓ, പട്ടാല, എന്തെങ്കിലും ഉറപ്പേര്. പാട്ടിയാല. എടാ ആൽബി, നിന്റെ പെങ്ങടെ റിങ്സലായി പോയിരിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടുമ്പോ സൂക്ഷിച്ചോണം. മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്ടിയാലയും ഒന്നുമല്ല, കോട്ടയമാ, കോട്ടയം. മീനച്ചിലും നീർക്കോലിക്ക് മൈക്കണ്ട പ്രാന്ത. മീനച്ചിലും കാഞ്ഞിരപ്പള്ളിയും. മീനച്ചിലും കാഞ്ഞിരപ്പള്ളിയും കോട്ടയം, പാലായും അടങ്ങുന്ന കോട്ടയം. ഇനിയുണ്ട്, ഒരു സ്ഥലം കൂടെ ഉണ്ട്. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ചങ്ങനാശ്ശേരി. എല്ലാം പറഞ്ഞു കൊടുക്കല്ലേ. ഇവിടെ ഭരിക്കുന്നത് ജുഡീഷ്യറി ഡെമോക്രസി ഒന്നുമല്ല, കുറച്ച് ഗുസ്തി അറിയാവുന്ന കുറച്ച്. ഇതിലെ ആക്ച്വലി ഏറ്റവും നല്ലത് ഇങ്ങനെ ആക്കുന്ന സാധനമാണ്. ഗുസ്തി അറിയുന്ന കുറച്ച് കേരള ദേശക്കാരാ ഇവിടെ ഭരിച്ച്. അല്ല, കാറിന്റെ കൊടി വെച്ച കാറിന്റെ പതിമുഖത്ത് സൂചിച്ചിരിക്കുന്ന സുഖിച്ചിരിക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് കളിച്ചാലുണ്ടല്ലോ. ഡയലോഗ് പറഞ്ഞുപോയി, ആക്ഷൻ ഇട്ടൊക്കെ ഫില്ല് ചെയ്താ. കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ഇവിടെ വന്ന് കൈവച്ചാലുണ്ടല്ലോ, മൂക്കി പഞ്ഞി വെച്ചിട്ടേ തിരിച്ചു വിടത്തുള്ളൂ. ഇത് പറയുന്ന ആറ്റിപ്പുറക്കൽ ജിമ്മി പറഞ്ഞതുപോലെ. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? ലത. നൈസ് നെയിം. ലത, തല തിരിഞ്ഞാൽ ലത, മിസ്സസ് ലത തല. എവിടെയാണ് വീട്? ഞാൻ സംക്രാന്തി, കോട്ടയം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഇവിടെ ഈസി. തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, നമുക്ക് ലാലേട്ടനാവാം. ആദ്യം ലാലേട്ടൻ ആയിക്കോ. ലാലേട്ടനായി എങ്ങനെ വേണം? അങ്ങോട്ട്. റെഡി, ആക്ഷൻ. ലാലേട്ടൻ ഡയലോഗ് പറയണം. ലാലേട്ടൻ ആയ പോരാ. മോളെ IPS കാരി, മോളെ IPS വെച്ചേ, ഇത് നിന്റെ പട്ടാളയും ഡൽഹിയൊന്നും അല്ല, ഇത് കോട്ടയം. മീനച്ചിലും പാലയും എല്ലാം സ്വന്തം നാടകം ഉയർത്തിപ്പിടിക്കുകയാണ് കേട്ടോ. ആർക്കും ഒരു മെച്ചം. എല്ലാം അടങ്ങുന്ന കോട്ടയം, ഇത് കോട്ടയം. ഇവിടെ വന്ന് ദേഹത്ത് തൊട്ടുണ്ടല്ലോ. എങ്ങനെ അവിടെ വരുന്നത്? ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. കൊടി പിടിച്ച കാറാണ്. ഒരാളെ കാറിന്റെ ഫ്രണ്ടിൽ കൊടി പിടിച്ചോണ്ടിരിക്കൂ. പതിച്ച സീറ്റിലിരുന്നോണ്ടല്ലോ. എന്ത് സീറ്റ്? പതിച്ച സീറ്റിലിരിക്കുന്ന ആളെ ഇടിച്ചോണ്ടല്ലോ. എന്ത് ചെയ്യും? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. മൂക്കി പഞ്ഞി വെച്ചിട്ട് തിരിച്ചയക്കത്തുള്ളൂ. സ്ക്രിപ്റ്റ് മൊത്തം മാറ്റുകയാണെന്ത്. ഇത് പറയുന്ന ആറ്റിങ്ങൽ ദാമോദരൻ. ആറ്റുകുഴി ആറ്റുകാൽ ജിമ്മി. ആറ്റുകാൽ ജിമ്മിയാണോ? ആറ്റുകുഴി ജിമ്മിയാണ്. പറഞ്ഞോളൂ. ആറ്റുപ്രാക്കൽ ജിമ്മിയാണ്. ജിമ്മി പറഞ്ഞോണ്ടല്ലോ, പറഞ്ഞതാ. രക്ഷപ്പെട്ടോ, സൂപ്പർ. അപ്പോ ഇത് കുടിച്ചിരിക്കും കേട്ടോ. ദേ പോയി കുട്ടി കൊള്ളാം. ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ അശ്വിൻ. അശ്വിൻ മാസ് എൻട്രിക്ക് വേണ്ടി കറക്റ്റ് മിഡിൽ നോക്കി ബാറ്റിൽ നിന്നെയാണ്. അശ്വിൻ വന്നപ്പോൾ 2 പേരില്ല, തിര മാറുന്ന കണക്ക് മാറിട്ടുണ്ട്. തുടങ്ങിയല്ലോ, അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അങ്ങോട്ട് നോക്കി പറയണം കേട്ടോ. റെഡി, ആക്ഷൻ. എടി മോളെ IPS കൊച്ചേ,
വരട്ടെ. സോറി. എടി മോളെ IPS കൊച്ചെ, ഇതിന്റെ ഡൽഹിയും പട്ടാളയും ഒന്നുമല്ല, കോട്ടയമാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി പാലയും ചങ്ങനാശ്ശേരി അടങ്ങുന്ന കോട്ടയം. വേറൊന്നുണ്ട്. മീനച്ചില്ലാരും അടങ്ങുന്ന കോട്ടയമാണ്. കോട്ടയം. ഇവിടെ ഭരിക്കുന്ന ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരള ദേശ കോൺഗ്രസ്സുകാരാണ്. കൊടിവെച്ചക്കാരിൽ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. കൊടിവെച്ച കാറിലെ പദപതിച്ച സീറ്റിൽ കൊടിവെച്ച കാറിൽ പദപതിച്ച സീറ്റിൽ സുഖിച്ചു വരുന്ന ആരെങ്കിലും തട്ടിട്ട് പോയല്ലോ, ഞങ്ങളെ ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. കൊടിവെച്ച കാറിൽ പദപതിച്ച സീറ്റിൽ സുഖിച്ചു വരുന്ന ആരെങ്കിലും ഇടിച്ചാണ്ടല്ലോ, അങ്ങനെയല്ലേ? ഒന്ന് പറഞ്ഞു കൊടുത്തോളെ. കൊടിവെച്ചുകാരന്റെ സീറ്റിന്റെ പതുവതുപ്പ് സൂചിച്ചുകൊണ്ട് ഇവിടെ ഒരു തന്നെ ദേഹത്ത് തൊട്ടാ പഠിച്ചു വെച്ചിരിക്കും. താനെന്തായി പിച്ചും പേയും പറയണേ? ആരായാള് പിടിച്ച് പുറത്താക്കണോ? ഒരു ന്യൂസൻസ് കയറി വന്നോളും. കൊടിവെച്ചക്കാരിൽ പദവെച്ച സീറ്റിൽ സുഖിച്ചു വരുന്ന പദവെച്ച സീറ്റ് അല്ലടാ, കൊടിവെച്ചക്കാരിൽ പതിപതിച്ച സീറ്റിൽ സുഖിച്ചു വരുന്ന ഇവിടെ ആരെങ്കിലും തട്ടിയുണ്ടല്ലോ, ഞങ്ങൾ തിരിച്ച് മൂക്കിൽ പഞ്ഞു വെച്ചിട്ട് തിരിച്ചു വിടുള്ളൂ. ഇത് പറയുന്ന അറ്റിപ്രക്കിൽ ജിമ്മിയാണ്. ജിമ്മി പറഞ്ഞ പോലെ ചെയ്യും. എന്താ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കിൽ പഞ്ഞയും വെച്ച് എല്ലായിടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? കഴുത. ഇവിടെ എല്ലാരും ഹെൽപ്പ് ചെയ്തോട്ട് അതങ്ങനെ വേണം. ഹെൽപ്പിംഗ് മെന്റാലിറ്റി മസ്റ്റാണ്. അപ്പം സ്ക്രിപ്റ്റ് ഒക്കെ അത്രയും ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇനി ആക്ടിങ് കൂടി ഇട്ട് അതിനെ അങ്ങ് വേറെ ലെവലിലേക്ക് കറക്റ്റ്. വേറെന്താണ്? എന്റെ പേരോ ജോഫിയ. ഏതിനാ നമ്മൾ പഠിക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. നാട് കോട്ടയം. ഇവിടെ തന്നെയാണോ? റെഡി, ആക്ഷൻ. മോളെ IPS കൊച്ചേ, ഇത് എല്ലാവർക്കും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ആളാ. അങ്ങനെയൊന്നും പറയാതെ. മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. മോളെ IPS കൊച്ചേ, കിട്ടി. മോളെ IPS കൊച്ചേ, ഇത് തന്നെ ഡൽഹിയും പട്ടിയാലയും ഒന്നും അല്ല, ഇത് കോട്ടയമാ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരള ദേശ കോൺഗ്രസ്സുകാരാ. ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? കൊടിവെച്ചക്ക ഞാനല്ലേ പറഞ്ഞു കൊടുത്തത്. കൊടിവെച്ചക്കാരന്റെ സീറ്റിന്റെ പതുവതുപ്പ് സുഖിച്ചോണ്ട് ഇവിടെ ഒരു തന്നെ ദേഹത്ത് തൊട്ടാണല്ലോ, മൂക്കി പഞ്ഞു വെപ്പിച്ച് ഞങ്ങള് തിരിച്ചയക്കുള്ളൂ. ഈ പറയുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നുമില്ല, ഹാറ്റിപ്രാക്കൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞ പോലെ നെയ്യും. അല്ല, സ്ക്രിപ്റ്റ് മാത്രമല്ല, ആൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. സംഭവം എന്താണ് മോളുടെ പേര്? സൗപർണിക. സൗപർണിക. എവിടെ? നാട് എവിടെയാണ്? പാല. ഏതിനാ പഠിക്കുന്നത്? ഓക്കെ, അഭിനയിച്ചു തുടങ്ങാം. ലാലേട്ടനായോ? ലാലേട്ടന് ഇഷ്ടമല്ലല്ലോ. ഇല്ല, ലാലേട്ടൻ എനിക്ക് ഇഷ്ടമല്ലത്. മമ്മൂട്ടിയുടെ രീതി അഭിനയിച്ചു. റെഡി, ആക്ഷൻ. മോളെ IPS വെച്ചേ, ഇത് ഇതിന്റെ ഡൽഹിയും പട്ടിയാലയും ഒന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം മീനച്ചിലും പാലായും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. കൊടിവെച്ചക്കാരന്റെ സീറ്റിന്റെ പതുപതുപ്പ് സുഖിച്ചോണ്ട് ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നും അല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടിവെച്ചക്കാരന്റെ സീറ്റിന്റെ പതുപതുപ്പ് സുഖിച്ചോണ്ട് ഇവിടെ വന്ന ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ, മൂക്കി പഞ്ഞി വെച്ച് ഞങ്ങൾ തിരിച്ചുവിടത്തുള്ളൂ. ഈ പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നുമല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞ പോലെ ചെയ്യും. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എന്താണ് പേര്? എന്റെ പേര് ആൽബർട്ട്. ആൽബർട്ട്. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ഫ്രണ്ട്സിന്റെയൊക്കെ ആക്ടിങ്? അടിപൊളിയായിട്ട്. സൂപ്പർ അല്ലേ? അപ്പൊ അതൊക്കെ മേലെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ചെയ്യുമല്ലോ. എന്നാ റെഡി, ആക്ഷൻ. മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പടിയാലും ഒന്നല്ല, പടിഞ്ഞാറ്റല്ല അവന്റെ ഓർമ്മ കംപ്ലീറ്റ് പട്ടായി. എന്തുവാടാ ഇത്? അവനിച്ചിരി ദുർബലനാന്നേ. ഇത് നിന്റെ ഡൽഹിയും പട്ടിയാലും ഒന്നല്ല, ഇത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയും മീനച്ചില് ചങ്ങനാശ്ശേരിയും പാലയും അടങ്ങുന്ന കോട്ടയം. ഭയങ്കര
അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ അനക്കൊരു പേര് കൂടുതൽ. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നും അല്ല. ഇവിടെ ഞങ്ങളെ പോലെ ഗുസ്തി അറിയാവുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടി വെച്ച കാറിൽ സീറ്റിന്റെ പദവതപ്പ് സുഖിച്ച് വന്ന ഇവന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. കൊടിവെച്ച കാറിന്റെ സീറ്റിൽ പദപതപ്പ് സുഖിച്ച് വന്നവന്റെ ദേഹത്ത് കേറിയാണ്ടല്ലോ. ഞങ്ങൾ അല്ല, ഞാൻ നീ എന്നെ പറ്റിക്കുന്നു. പദപ്പതപ്പ് എത്രത്തോളം പോകുന്നു അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ. മതി, ഒത്തിരി പതിപ്പിക്കാതെ കറക്റ്റായി. പദപത്ത് സുഖിച്ചവന്റെ ദേഹത്ത് കേറിയാണ്ടല്ലോ. അല്ല സോറി, പദപത്ത് സുഖിച്ചു വന്ന വിമാരുടെ ദേഹത്ത് കേറിയാലുണ്ട്. ഞങ്ങൾ മൂക്കി വെച്ച് ഞങ്ങൾ മൂക്കി വെക്കുവോ അതിനെ പിടിച്ച്? എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. ഞങ്ങൾ മൂക്കി പഞ്ഞി വെച്ച് തിരിച്ചയക്കും. എന്നിട്ട് റിട്ടേൺ മൂക്കി പഞ്ഞി വെച്ച് അയക്കും. അത്രേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് അല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് ആറ്റിമ്പ്രാക്കൽ ജിമ്മി പറഞ്ഞാലേ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. യെസ്. എന്താണ് മോളുടെ പേര്? അദീന ജോബി. നല്ല പേരാണ്. എവിടെയാ? നാളെ എവിടെ? എറണാകുളം. ഈ സിനിമ കണ്ടാണോ? ഈ സിനിമ കണ്ടായിരുന്നു, ചെറുതായിട്ട് കണ്ടായിരുന്നു. അല്ല, കണ്ട പോലെ ചെറുതായിട്ടും വലുതായിട്ടും കാണാൻ പറ്റൂ. നമുക്കിങ്ങനെ ഓടിച്ചിട്ട് യൂട്യൂബിൽ 2 കിട്ടുന്നത് കാണാലോ. പണ്ട് കണ്ടതാണ്. പണ്ട് കണ്ടതാ, ഓർമ്മയില്ല. 5 വർഷം മുമ്പ് കണ്ടായിരിക്കും അല്ലേ? ഒരു 19 വർഷമൊക്കെ വേണേ പറയാം. ഉണ്ടാവുന്നതിനും പറയാൻ പറ്റില്ല. ചുമ്മാ കടിച്ചേക്ക് കേട്ടോ. കുട്ടികളാവുമ്പോ തമാശയൊക്കെ പറഞ്ഞിരിക്കും ചേച്ചി. കളി തമാശയൊക്കെ ഒന്ന് നിർത്ത്. തുടങ്ങിയല്ലോ. റെഡി, ആക്ഷൻ. എന്തായിരുന്നു? അയ്യോ, ബിൽഡപ്പ് കംപ്ലീറ്റ് പോയല്ലോ. എന്തായിരുന്നു സംഭവം? റിലാക്സ് ചെയ്യാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. റിലാക്സ് ചെയ്യാം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്ര രാമമൂർത്തി. ഞാൻ ഇത് പറഞ്ഞോളാം. പറയൂ. മോളെ IPS കൊച്ചേ, ഇത് നിന്റെ ഡൽഹിയും പട്ടിയാലയും ഒന്നും അല്ല, ഇത് കോട്ടയമാണ്. കോട്ടയം മീനച്ചിലും ചങ്ങനാശ്ശേരിയും. 2 സ്ഥലം കൊണ്ടായിരുന്നല്ലോ. മീനച്ചിലും ചങ്ങനാശ്ശേരിയും പാല. പറഞ്ഞോ? ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? കാഞ്ഞിരപ്പള്ളിയൊക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് ജുഡീഷ്യറി ഡെമോക്രസി ഒന്നുമല്ല. നമ്മൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശ കോൺഗ്രസിലെ പിള്ളേരാണ്. പിള്ളേരല്ലെങ്കിൽ മുതിർന്നവരാണ്. ആരെങ്കിലും 55 വയസ്സിലാക്കിയത് പിള്ളേരാണ്. അതിപ്പോ മമ്മൂട്ടിനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇത്ര പ്രായം ഉണ്ടെന്ന് പറയും. ശരി, അപ്പൊ കുഞ്ഞു വാവേന്ന് പറഞ്ഞു. വേണ്ട 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 എനിക്കെന്താ ഭ്രാന്തണ്ട. കൊടി വെച്ച കാറിലെ പതിപതിപ്പ് സീറ്റ് ഇരുന്ന് വന്നിട്ട് നീ ഇവിടുത്തെ പിള്ളേരുടെ ദേഹത്ത് കയറിയാലുണ്ടല്ലോ, മൂക്കി പഞ്ഞി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വിടുള്ളൂ. ഇത് പറയുന്നത് ആറ്റിപ്രാക്കൽ ജിമ്മിയാണ്. ജിമ്മി പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ച് രക്ഷപ്പെട്ടോളൂ. എന്റെ പേരെന്താണ്? നിനക്ക് കൊണ്ടുവന്നോ കുഴിയില്ലേ? നുണ പറയാറുണ്ടോ? എവിടെ നാടോടെ? കൊല്ലത്തെവിടെ? തുടങ്ങിയല്ലോ. ഇവിടെ ഏതാ? റെഡി. ഞാൻ പ്രാക്ഷൻ പറഞ്ഞു. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുകം ലേശം കൂടുതലാണ്. മാപ്പാക്കണം. IPS വെച്ചേ, ഇതിന്റെ ഡൽഹിയും പാട്ടിയാലേ ഒന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും നടക്കുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന ഡെമോക്രസി ജുഡീഷ്യറി ഒന്നുമല്ല. പിന്നെ കേരളദേശ കോൺഗ്രസ്സുകാരാ. അല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടി വെച്ച കാറിന്റെ പതിവ് സുഖിച്ചു. ഇതൊന്ന് റാപ്പ് സോങ് പാടുന്നുണ്ടോ? ഞങ്ങൾ കുറച്ച് കൊടി വെച്ച ഇതാണല്ലോ നീ. എടാ ലാലേട്ടായിട്ട് ആക്ട് ചെയ്യടാ.
എല്ലാം കയ്യിൽ നിന്ന് പോയി. കൊടിവെച്ച കാറിന്റെ പതിവ് സുഖിച്ചുകൊണ്ട് ഇവിടെ തന്നെ ദേഹത്തോട്ടുണ്ടല്ലോ മുക്കി പഞ്ഞി വെച്ച് തിരിച്ചു വിടത്തുള്ളൂ. ഇത് പറയുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നല്ല, ആറ്റിപ്രാക്കൾ ജിമ്മിയാ. ജിമ്മി പറഞ്ഞ പോലെ തന്നെ ചെയ്യും. നിനക്ക് അടിപൊളിയായിട്ട് ചെയ്ത് റാപ്പ് വല്ല എന്തോ കഴിവുണ്ട്. ഡാൻസ് അങ്ങനെ എന്തെങ്കിലും മിമിക്രി അങ്ങനെ ചെറിയ കഥകളി ഓക്കെ അല്ല വിട്ടു മതി. ഭർത്താവേ കാത്തോണേ. എന്താണ് മോളുടെ പേര്? ശ്രീബാല. ഇദ്ദേഹവും വളരെ ഹെൽപ്ഫുൾ മൈൻഡുള്ള ആളാണ് എല്ലാവർക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അത് ഭയങ്കര വിനയം കേട്ടോ. എല്ലാവർക്കും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതിനാ നമ്മൾ പഠിക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. നാട് എവിടെയാണ്? തൊടുപുഴ. തുടങ്ങിയാലോ? റെഡി ആക്ഷൻ. മോളെ IPS വെച്ചേ. മോളെ IPS ഒരു കാര്യം ചെയ്യാം. മോളൊരു കാര്യം ചെയ്ത് മൂക്കൊന്ന് റിലാക്സ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു പാട്ടിലങ്ങ് തുടങ്ങാം. പിടിച്ചോ, ഒരു പാട്ടിലങ്ങ് തുടങ്ങിക്കളയാം. നല്ലൊരു കൈഡി കൊടുത്ത ഒരു പാട്ട്. കുട്ടനാടൻ കുഞ്ചയിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കുടം കമിട്ട് ഞാൻ ഇളം കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ. അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ. കുട്ടനാടൻ കായലില് കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കുടം കമട്ടി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി അടിപൊളി, സൂപ്പറായിട്ട് പാടി. ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയില്ലേ? തുടങ്ങാം. സ്ക്രിപ്റ്റ് പറഞ്ഞില്ലല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു. റെഡി ആക്ഷൻ. മോളെ IPS വെച്ചേ. ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നുമല്ല, ഇത് കോട്ടയം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിന്റെ സീറ്റിൽ പതുപതുപ്പ് സുഖിച്ചുകൊണ്ടിരുന്ന് ഇവിടെ വന്ന് ഒരുത്തന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ മൂക്കി പഞ്ഞി വെച്ച ഞങ്ങൾ തിരിച്ചയക്കും. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നുമല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയ. ജിമ്മി പറഞ്ഞ പോലെ ചെയ്യും. കലക്കണ്ടിട്ടാ. അടുത്തതായിട്ട് അഭിനയിക്കാൻ എത്തുന്നു മിസ്റ്റർ അഭിനവ്. അഭിനവേ, എന്തൊക്കെയാണ് വിശേഷം? സുഖം. നാട് എവിടെയാണ്? കാസർഗോഡ്. ഏതിനാണ് പഠിക്കുന്നത്? ECS. തുടങ്ങാം. റെഡി ആക്ഷൻ. മോളെ IPS കൊച്ചേ. ഇത് നിന്റെ ഡൽഹിയും പട്യാലയും ഒന്നുമല്ല, കോട്ടയമാ കോട്ടയം. മീനച്ചിലാരും ഭരണങ്ങാരും മീനച്ചിലാരും ചങ്ങനാശ്ശേരിയും പാലയും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരള കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിന്റെ സീറ്റിന്റെ പതിവ് സൂചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ദേഹത്ത് ഒട്ടാല് അടിച്ചു മൂക്കിന്റെ പല്ലിളക്കി കളയുന്നു. മൂക്കില് പഞ്ഞി വെച്ചിട്ട് തിരിച്ചയക്കത്തുള്ളൂ. ഈ പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയ. ജിമ്മി പറഞ്ഞതേ ചെയ്യുള്ളൂ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. ഓക്കെ അല്ലേ? തുടങ്ങാം. സെറ്റ് ആണെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. ഏതായിരുന്നു പഠിക്കുന്നത്? ഈസി ആണ്. നാട് പലയിടത്ത്. റെഡി ആക്ഷൻ. മോളെ IPS വെച്ചേ. ഇത് നിന്റെ ഡൽഹിയോ പട്യാലയോ ഒന്നുമല്ല, കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലായും മീനച്ചിലും കാഞ്ഞിരപ്പള്ളിയും പാലായും മീനച്ചിലും ചങ്ങനാശ്ശേരിയും അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനോ ജുഡീഷ്യറിയോ ഒന്നും അല്ല, ഡെമോക്രസിയോ ജുഡീഷ്യറി ഒന്നും അല്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഞങ്ങളിതാ ഗുസ്തി അറിയാവുന്ന കുറച്ച് കേരളദേശ കോൺഗ്രസ്സുകാരാ. കൊടിവെച്ച കാറിന്റെ സീറ്റിലെ പതുപതുപ്പിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഉള്ളവരെ തൊടാൻ വന്നാണ്ടല്ലോ മൂക്കിൽ പഞ്ഞി വെച്ച് ഞങ്ങൾ തിരിച്ചയക്കുള്ളൂ. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ആറ്റിപ്രാക്കൽ ജിമ്മി പറഞ്ഞ അത് ചെയ്തിരിക്കും. ഓ വെരി ഗുഡ്. അപ്പൊ പച്ചനെല്ലാം പഠിച്ചു പോയി. എന്താണ് മോന്റെ പേര്? ജോസഫ്.
ജോസഫ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഈസി. നാട് എവിടെയാണ്? നാട് കോട്ടയം ഏറ്റുമാനൂർ. അല്ലേ? അല്ല ആളാണ് ഏറ്റുമാനൂർ. എന്നാ ശരി തുടങ്ങാം. ഈ സിനിമ കണ്ടാണോ? ഇല്ല. ലാലേട്ടനെ അറിയാവോ? കുറച്ചൊക്കെ അറിയാം. ഭാഗ്യം. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. കുറച്ചൊക്കെ അറിയാം. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. അതെ, കത്തി കളിക്കുള്ള സാധനമല്ല സൂക്ഷി കളിച്ചില്ലെങ്കിൽ ആ ഡയലോഗ് മമ്മൂട്ടിയുടെ അല്ലേ? ആണോ? അതെ, അങ്ങനെയാണ് അറിയാവുന്നില്ലേ? ഭാഗ്യം. ഇനി ഇവനെ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എവിടെ അവന്റെ വീട്? ഇവന്റെ വീടും അഡ്രസ്സും ഒക്കെ എനിക്ക് ഉടനെ വേണം. ശരി എന്നാ ആക്ഷൻ. ഒന്ന് ആലോചിക്കട്ടെ. തുടങ്ങി. അവിടെ എല്ലാം കട്ട് ചെയ്തേ. അതൊക്കെ കട്ട് ചെയ്ത്. പറഞ്ഞു. ഇടോ തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ താഴെ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. മോളെ IPS കൊച്ചേ, ഇന്ന് ഡൽഹിയും പട്ടാലയും ഒന്നും അല്ല, ഇത് കോട്ടയമാണ്. കോട്ടയം മീനച്ചിലും ചങ്ങനാശ്ശേരിയും പാലയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. കൊടിവെച്ച കാറിന്റെ പതുപോലത്തെ സീറ്റിൽ ഇരുന്ന് ഇവിടെ ഉള്ളവന്മാരെ തൊട്ടമുണ്ടല്ലോ. നീ ഡീസന്റ് ആണോടെ? പിന്നെ എന്നാ ഓക്കെയാണ്, വാ പണി തരാം. മൂക്കി പഞ്ഞി കയറ്റിട്ടായിരിക്കും തിരിച്ചു വിടുന്നത്. പിന്നെ പറഞ്ഞോളാണ് ഞാൻ ഇത് പറയുന്നത്. നിന്റെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒന്നും അല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞ അതുപോലെയാണ്. ബാക്കി നമ്മൾ ഇട്ടോടും. ആക്ഷണങ്ങൾ തന്നിട്ട് പോവാണ്. എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി നിൽക്കും. നിന്റെ ലേഡി അപ്പൻ. യെസ്, എന്താണ് മോനെ? ഇവരുടെയൊക്കെ അഭിനയം കണ്ട് പഠിച്ചാണെന്ന് അറിയാം. അതാണ് ഞാൻ ലാസ്റ്റേ വരുള്ളൂ. എല്ലാവരും അഭിനയം നോക്കിയിട്ട് എന്നെ മേളിൽ ഒരുപടി മേളിൽ തരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കറക്റ്റ് പേരെന്തായിരുന്നു? ജെഫ്രി. തുടങ്ങാം. ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ CC. നാട്? ഞാൻ കുറുപ്പന്തറ. ഓക്കെ, റെഡി ആക്ഷൻ. എടി മോളെ IPS കൊച്ചേ, ഇന്ന് എൻ്റെ ഡൽഹിയും പട്ടയാലും ഒന്നും അല്ല, നമ്മുടെ കോട്ടയാണ്. കോട്ടയം. ഇവിടെ കാഞ്ഞിരപ്പള്ളി, മീനച്ചില്, പാല, ചങ്ങനാശ്ശേരി ഇതൊക്കെ അടക്കുന്ന കോട്ടയാണ്. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാറ്ററി അടിച്ചെന്നക്ക. ഇതാ തന്നെ കഥ. ഉള്ള പറയാവില്ലേ? ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടാ. ഇവിടെ ഭരിക്കുന്നത് ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നും അല്ല, നമ്മുടെ ഗുസ്തി അറിയാവുന്ന കുറച്ച് കേരള കോൺഗ്രസ്സുകാരാണ്. കേരള ദേശ കോൺഗ്രസ്സുകാരാണ്. ഇവിടെ വന്നിട്ട് അല്ല പൊതിച്ച് കിടക്കണം. ഇവിടെ കൊടിവെച്ച കാറിന്റെ സീറ്റില് പൊതുപൊതുപ്പ് സൂചിച്ചോണ്ട് കൊടിവെച്ച കാറിന്റെ സീറ്റിൽ പതുപൊതുപ്പ് സൂചിച്ചോണ്ട് ഇവിടെ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? പതുപൊതുപ്പ് സൂചിച്ചോണ്ട് ഇവിടെ ഉള്ളവന്റെ കൈ വന്ന് തൊട്ടാണ്ടല്ലോ. കയ്യില് അല്ല, ഇവിടെ ഉള്ളവനെ ഒന്ന് തൊട്ടാണ്ടല്ലോ. പഞ്ഞിക്കിട്ട് അല്ല, മൂക്കില് പഞ്ഞിയും വെച്ചിട്ട് നമ്മൾ തിരിച്ചു വിടും. ഇത് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും അല്ല, പിന്നെ ആറ്റിപ്രാക്കൽ ജിമ്മിയാണ്. ജിമ്മി പറഞ്ഞ പോലെ തന്നെ ചെയ്യും. കോട്ടയത്തിന്റെ ഡയലോഗ് മട്ടാഞ്ചേരി രീതിയിൽ പറഞ്ഞു നിർത്തും. നിനക്ക് എന്നിരിക്കട്ടെ ഒരു കയ്യടി കൊടുത്തേരെ. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോ? യെസ്, അപ്പം എല്ലാവരും വളരെ രസകരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. എങ്കിലും നമ്മൾ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ വിളിക്കാൻ പോവാണ്. ജോഫിയ കുറച്ചടുത്തേക്ക്. ജോഫിയ വളരെ മനോഹരമായി സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് നല്ല രസകരമായിട്ട് ആക്ട് ചെയ്തു. സ്ക്രിപ്റ്റൊന്നും ഒരു തെറ്റും പറ്റിയില്ല, നല്ല രീതിയിൽ തന്നെ പഠിച്ച് പറഞ്ഞു. സോ വെൽവെറ്റ് ബീൻ നൽകുന്ന ഒരു പ്രീമിയം ആയുർവേദിക് പ്രോഡക്റ്റാണ് ഇത്. നിങ്ങളുടെ സൗന്ദര്യത്തിനുള്ള ഒരു ഏറ്റവും വലിയൊരു കെയർ പ്രോഡക്റ്റാണ്. അടുത്ത വളരെ രസകരമായി ആക്ട് ചെയ്ത ഒരു എനർജറ്റിക് കുട്ടിയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ലെന. കൺഗ്രാറ്റ്സ്. മാമിയ ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. ദ അക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഈ ചിരിയൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അടുത്തായിട്ട് വിളിക്കുന്നത് നമ്മളെ ആറ്റിപ്പറക്കിയ നന്ദന.
ആറ്റിപ്പറയ്ക്ക് മാറിയല്ലോ അല്ലേ? ഓക്കെ. ഇപ്പം ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ലാ ക്രിസ്പോ നൽകുന്ന മനസ്സിനും നാവിനും രുചിയേകുന്ന ഒരു സാധനമാണ് ഇത്. ഹെബ്രോൺ ഗ്രൂപ്പിൻ്റെ വകയാണ്. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഒറ്റയ്ക്ക് കൊണ്ടുവച്ച് കഴിച്ചു കളയുന്നു. അടുത്തയായിട്ട് ഞാൻ വിളിക്കുന്നു അലീഷ. അലീഷയുടെ വളരെ മനോഹരമായ ചിരിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു ഗിഫ്റ്റാണ് തരുന്നത്. ഡെൻറ്റോ ക്ലിനിക് ഫോർ ക്ലിനിക്കൽ പെർഫെക്ഷൻ. ജർമ്മൻ ഡിസൈൻ ചെയ്ത ടൂത്ത് ബ്രഷാണ്. ബ്രഷ് ചെയ്യുമോ? അപ്പോൾ അത് വളരെ ഉപയോഗപ്പെടും. ഓക്കെ ഓക്കെ. യെസ്. ഇനി നമുക്ക് വിളിക്കാം മിസ്റ്റർ ആൽബർട്ട്. ആൽബർട്ട് എന്താണ് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരാളാണ് ഇല്ലേ? എന്തായിരുന്നു കുറേ തെറ്റുകളൊക്കെ പറ്റിയായിരുന്നു. അത് നമ്മൾ കണ്ടോളാം. എന്തായാലും നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗിഫ്റ്റാണ്. ബയോഗ്രസ് എക്കോ ഫ്രണ്ട്ലി ഹോം കെയർ പ്രൊഡക്റ്റ് നൽകുന്ന ഒരു സമ്മാനം. ഹാപ്പിയാണല്ലോ? ഇനി നമുക്ക് വിളിക്കാം ശ്രീബാല. പിന്നെ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി എല്ലാവരും ഫുൾ എനർജിയിൽ കൊണ്ടെത്തിച്ചു. അപ്പം നിങ്ങൾക്കിത് ഉപയോഗമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം വസ്ത്രം കഴുകണം, ഉപയോഗിക്കണം ഉണ്ട്. അപ്പം നിങ്ങൾക്കിത് വളരെ നല്ല ഒരു ഉപയോഗമായിരിക്കും. ഇത് സൺറൈസ് നിങ്ങളുടെ കൈക്കും വസ്ത്രത്തിനും ഒരുപാട് ഗുണമേന്മയും വളരെ നല്ല കെയറും തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു സൺറൈസ് പ്രൊഡക്റ്റാണ്. ഓക്കെ. പാല സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു ഇന്ന് നമ്മളുണ്ടായിരുന്നത്. അടിപൊളി കുട്ടികളായിരുന്നു ഇവരൊക്കെ. ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. വളരെ മികച്ച കഴിവുള്ളവരാണ്. വളരെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്ന്. നമുക്ക് ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.